തലശ്ശേരിക്കാർക്ക് വിഷുക്കോടിയുമായി ഇത്തവണയും പതിവ് തെറ്റിക്കാതെ ഇതര സംസ്ഥാന വസ്ത്രവിൽപ്പനക്കാർ കൂട്ടത്തോടെ എത്തി. വന്നവരെല്ലാം പഴയ ബസ് സ്റ്റാൻഡിലെ ജൂബിലി കോംപ്ലക്സിന് പരിസരം താൽക്കാലിക സ്റ്റാളുകൾ കെട്ടി വർണ്ണവസ്ത്രങ്ങൾ പ്രദർശിപ്പിച്ച് കച്ചവടം ചെയ്യാൻ തുടങ്ങിയെങ്കിലും വാങ്ങാൻ ആളുകളെത്താത്ത നിരാശ വഴിവാണിഭക്കാരുടെ മുഖങ്ങളിലും വാക്കുകളിലും പ്രകടമായി. തിരഞ്ഞെടുപ്പ് ചൂട് കാരണം കച്ചവടം പച്ച പിടിക്കുന്നില്ലെന്നും വോട്ടെടുപ്പ് കഴിഞ്ഞാൽ അന്തരീക്ഷവും സാഹചര്യവും മാറുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും യുദ്ധ സാഹചര്യവും ഗൾഫ് പണത്തിന്റെ വരവും കുറഞ്ഞതിനാൽ കച്ചവടം വളരെ മോശമാണെന്നതാണ് എല്ലാ കച്ചവടക്കാരുടെയും അഭിപ്രായം. വിഷുക്കാലം ഏറ്റവും കൂടുതൽ കച്ചവടം കിട്ടുന്ന നഗരമെന്ന നിലയിലാണ് തലശ്ശേരിയിലേക്ക് വീണ്ടും ഇവർ എത്തുന്നത്. നമ്മൾ തമിഴ്നാട്ടിലിരുന്ന് ഈറോട്ടിൽ കൊണ്ടുവരുന്ന വിഷു കച്ചവടമായിട്ട് കച്ചവടം വളരെ മോശം. ഈ ഇലക്ഷൻ വന്നതുകൊണ്ട് ആള് ഇറങ്ങുന്നില്ല, ഭയങ്കര ചൂടാ, ആള് ഇറങ്ങുന്നില്ല, പണിയൊന്നുമില്ല, കച്ചവടം വളരെ മോശം. ജനം കയ്യിൽ പൈസ ഇല്ല, കച്ചവടം വളരെ മോശം. കളിഞ്ഞുകൊണ്ടുള്ളത് പോലെ ഈ കൊള്ളില്ല. വിഷു തലേന്നാളാണ് ചന്തയിൽ ഏറ്റവും കൂടുതൽ തിരക്ക് ഉണ്ടാവുന്നത്. വിലക്കുറവും ഗുണനിലവാരം മെച്ചവുമായതിനാൽ മിക്ക ദിവസങ്ങളിലും നാട്ടുകാർ ചന്തയിലേക്ക് ഇരച്ചെത്താറുണ്ട്. വിഷുനാൾ കഴിഞ്ഞ് പിറ്റേന്ന് വരെ തെരുവോര കച്ചവടക്കാർ തലശ്ശേരിയിലുണ്ടാവും. വർഷങ്ങളായി ഇവർ സീസൺ കച്ചവടത്തിനായി തലശ്ശേരിയിലെത്താറുണ്ട്. തലശ്ശേരിക്കാരുടെ നല്ല പെരുമാറ്റവും സഹകരണവുമാണ് വീണ്ടും ഇവിടേക്ക് എത്താൻ പ്രേരണയാവുന്നതെന്ന് ഇവർ പറയുന്നു. ഞങ്ങളെ ഈ റോഡിലിருந்து നമ്മളെ ഏത് സ്ഥലത്തുനിന്ന് ഇവിടെ വന്ന് കച്ചവടം ഒറ്റമുണ്ട് കൈലിമുണ്ട് എല്ലാം ഉണ്ട്. ഒറ്റമുണ്ട് 100 രൂപയ്ക്ക് കൊടുക്കുന്നു, സിംഗിൾ മുണ്ട് 150 കൊടുക്കുന്നു, ഡബിൾ മുണ്ട് 300 രൂപ കൊടുക്കുന്നു. ഏറ്റവും കൂടിയ മുണ്ടും കോട്ടൻ കരയും കോട്ടൻ മുണ്ട് 300 രൂപ കൊടുക്കണം. അത്ര വില കുറച്ച് யாரும் മേടിക്കാൻ ആളില്ല. ഇവിടെ എല്ലാം നോക്കി പോകുന്നത് പൈസ എല്ലാം പറഞ്ഞിട്ട് പോകുന്നത്. இந்த കൊല്ലം വളരെ മോശം കച്ചവടം, ആള് നടക്കുന്നില്ല, ഭയങ്കര വെയിലാ, കച്ചവടം വളരെ മോശം. പണി കുറവെന്ന് പറയുന്നത്, പൈസ ഇല്ലെങ്കിൽ പറയുന്നത്, മക്കൾ നടക്കുന്നില്ല, കച്ചവടം വളരെ മോശമാണ്. ബഹുവർണ്ണങ്ങളിലുള്ള റെഡിമെയ്ഡ് കുഞ്ഞുടുപ്പുകൾ, സാരികൾ, ചുരിദാറുകൾ, ഷോളുകൾ, ബെഡ്ഷീറ്റുകൾ, ജീൻസുകൾ, ഷർട്ടുകൾ, അടിവസ്ത്രങ്ങൾ എന്നിവയെല്ലാം ഇവരുടെ ശേഖരത്തിലുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ എത്തുമെന്ന പ്രതീക്ഷയോടെ വിഷുവിനെ വരവേൽക്കുകയാണ് തലശ്ശേരിയിലെ എല്ലാ കച്ചവടക്കാരും. കൊല്ലത്തോട് കൊല്ലം ഞങ്ങൾ 10-25 വർഷങ്ങളായിട്ട് ഈ മൈസൂരുകാര്, ഞങ്ങൾ തൃശ്ശൂരുകാരാണ്. മുണ്ട്, സാരി, ബെഡ്ഷീറ്റ്, മാക്സി, ലുങ്കി, ബെഡ് കവർ എല്ലാ ഐറ്റം കൊണ്ടുവരും. ഓണം, വിഷു 10-25 വർഷങ്ങളായിട്ട് ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഞങ്ങൾ ഇതിനായിട്ട് കുത്താമ്പള്ളിയിൽ നിന്ന് വരുന്നവരാണ്. അതും അല്ലാത്തത് മൈസൂരുകാരുണ്ട്, കൽക്കത്തയുണ്ട്, മറ്റേ സേലം, മുണ്ട് സേലം, ഇവരെല്ലാവരും ഉണ്ട്. കച്ചവടം വളരെ കുറവാണ്. അത്യാവശ്യം കച്ചവടം ഇപ്പോഴാണ് തുടങ്ങിയത്. ഞങ്ങൾ തുടങ്ങിയിട്ട് ഒരു 10 ദിവസം മുകളിലായി. കച്ചവടം കിട്ടുമെന്ന് പ്രതീക്ഷിക്കണു. എല്ലാ വർഷവും വരുമ്പോലെ ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും തലശ്ശേരിക്കാരൊന്നും ഞങ്ങൾ സഹായിക്കണം എന്ന് പറയുകയാണ്. കച്ചവടക്കാർക്കെന്നല്ല, നമ്മുടെ കേരളത്തിലെ എല്ലാ ആളുകൾക്കും ബാധിച്ചിട്ടുണ്ട്. എല്ലാം വിദേശത്താണ് മക്കളൊക്കെ, എല്ലാവരും വിഷമത്തിലാണ്. നാട്ടിലായാലും വീട്ടിലായാലും എല്ലാം വിഷമം തന്നെയാണ്. ഈ യുദ്ധങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നിൽക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഓരോ സാധനത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. നാള് വഴുകും തോറും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കച്ചവടത്തിന് ബാധിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും പാവപ്പെട്ട ജനങ്ങൾക്ക് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ വിഷമമാണ്. നമ്മൾ സാധാരണ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് മുനിസിപ്പാലിറ്റി ആളുകൾ, ഉദ്യോഗസ്ഥന്മാർ നല്ലോണം ഒരു സഹായം ഞങ്ങൾക്കുണ്ട്. പിന്നെ അടുത്തുള്ള ഈ കടക്കാര് നല്ലൊരു സഹായം തന്നെയാണ് ഞങ്ങൾക്ക്. ഈ നാട്ടിലുള്ള അത്യാവശ്യം നമ്മൾ പഴയ ബസ് സ്റ്റാൻഡിലെ ആളുകളൊക്കെ ഞങ്ങളെ നല്ലോണം സഹായിച്ചിട്ടുണ്ട്. ഒരു 10-25 വർഷങ്ങളായിട്ട് ഞങ്ങൾ പാരമ്പര്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നവരിനെ നല്ലോണം സഹായിക്കണം കാര്യങ്ങളുണ്ട്. ഈ നാട്ടിലുള്ള കച്ചവടം എല്ലാ കൊല്ലം സാധാരണ ഉണ്ടാവുന്നതാണ്. ഈ കൊല്ലം തെരഞ്ഞെടുപ്പിന്റെ ഒരു ഭാഗവും ലേശം മോശമായി. അതിപ്പോ പൈസയുടെ ബുദ്ധിമുട്ടുകളുണ്ട് ജനങ്ങളുടെ അടുത്ത്. നമ്മുടെ അടുത്തുള്ളത് 2 ബെഡ്ഷീറ്റ് 300, 2 400, മുണ്ട് 100 രൂപ, ചവിട്ടികള്, പിന്നെ അത്യാവശ്യം വലിയ ബെഡ്ഷീറ്റൊക്കെ 200 രൂപ. ചെറിയ പൈസക്ക് തന്നെ ഞങ്ങൾ കൊടുക്കണം. മൈസൂരുകാര് അതുപോലെ തന്നെ ഉടുപ്പ്, ചുരിദാർ, അതൊക്കെ ആയിട്ട്